ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. ഫസ്റ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ദൈവത്തിനോട് നിങ്ങളെ ചോദിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി, അതേപോലെ അവരും പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പേഴ്സൺ എനിക്ക് തരണേ, എനിക്ക് എൻ്റെ പേഴ്സൺ ഒന്നാവാൻ സാധിക്കണമേ എന്ന് അവരും പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ അവർ ഇമാജിൻ ചെയ്യുകയാണ് ഇവരുടെ ലൈഫിൽ നിങ്ങളെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. ഇവർ അത്രമാത്രം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ആവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് നിങ്ങളുടെ ആ ഒരു ഓർമ്മ അത്രമാത്രം വരികയാണ്. ഇവർ സ്വയം നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ കൂടുതലായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചിട്ട് പിന്നെ വീണ്ടും മറഞ്ഞു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഡീപ്പിലി ഒരു കോൺവെർസേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു ബന്ധം ഇവരുടെ അമ്മ സമ്മതിക്കുന്നില്ല എന്നാണ് ഇവർക്ക് നിങ്ങളോട് പറയുവാൻ ആഗ്രഹമുള്ളത്. നിങ്ങൾക്കിടയിൽ കാസ്റ്റ്, കൾച്ചർ അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവരുടെ അമ്മ സമ്മതിക്കാതിരിക്കുന്നത്. ഇവരുടെ ലൈഫിൽ ഒരു മഹിള ഉണ്ട്. ആ ഒരു മഹിള ഭയങ്കര ഡൊമിനേറ്റിംഗ് ആണ്. അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സണൽ മെസ്സേജ് എന്ന് പറയുന്നത് ഇവർക്ക് എന്തോ ഒരു പാസ്റ്റ് ഉണ്ട്. ആ ഒരു പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയത്തില്ല. ഇവരുടെ ആ ഒരു പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് ഇവർ വളരെയധികം കോൺഷ്യസ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വച്ചേക്കുന്ന കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ അത്രമാത്രം നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ എന്തോ ഒരു പാസ്റ്റ് നിങ്ങൾക്കറിയാത്തത് അത് നിങ്ങളോട് പറയുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. ഇനി നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയും നിങ്ങൾ എന്തിനാ അവരോട് സംസാരിക്കുന്നത്, എന്തിനാ അവരുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്യുന്ന, കമൻറ്റ് ചെയ്യുന്ന, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളോട് വളരെയധികം പാഷനുമാണ്, പൊസസീവുമാണ്. അതുകൊണ്ടാണ് ഇവർ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവിടെ ഇവർക്ക് നിങ്ങളോട് പാഷനും പൊസസീവും ദേഷ്യവുമുണ്ട്. കാരണം നിങ്ങൾ അവരോട് സംസാരിക്കുന്നതോ അവരുടെ ഫോട്ടോ കമൻറ്റ് ചെയ്യുന്നതോ ഒന്നും തന്നെ ഇവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ സംശയം കാരണം ഇവർ നിങ്ങളോട് ദേഷ്യപ്പെടും. സ്നേഹമുള്ളിടത്താണ് സംശയം വരുന്നത്. ഒരാളടുത്ത് നമുക്ക് സ്നേഹമുള്ളത് കൊണ്ടല്ലേ അവരോട് സംശയവും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ മറ്റൊരാളോട് സംസാരിച്ചില്ല, അതെന്താ ഇതെന്താന്ന് നോക്കുന്നിടത്ത് ഒരു സ്നേഹം ഉണ്ടാവത്തില്ല. അവരാരോടോ സംസാരിക്കട്ടെ, എനിക്കെന്താ എന്നുള്ള മൈൻഡായി. പക്ഷെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളെ സംശയിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ അവരോട് അധികാരം കാണിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് അധികാരം കാണിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ലവ് ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു എനർജി എന്തായാലും നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ കുറേ ആൾക്കാർക്ക് യൂണിയൻ ആവാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യാൻ പോവുകയാണ്, മെസ്സേജ് ചെയ്യാൻ പോവുകയാണ്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നത്. കൂടാതെ ഒത്തിരി ഡിവൈൻ യൂണിയൻ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ട് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണ് എങ്കിൽ മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ വിഷൻ ക്ലിയർ ആയിട്ടില്ലായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി ഇവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് നിങ്ങളുടെ വിഷൻ ക്ലിയർ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ടോ അല്ല എങ്കിൽ കമ്മിറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടോ യൂണിയൻ റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എങ്കിൽ അത് ദൂരെ മാറി പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള നല്ലൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്. ഇതൊരു ഷോർട്ട് റീഡിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.